ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, ഈ കാലഘട്ടത്തിൽ വളരെ ജാഗ്രതയോടെയും ശ്രദ്ധയോടും കൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. ഇത്രമാത്രം നമ്മൾ, അതായത് സ്വർഗരാജ്യവും നരകരാജ്യവും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ, പോരാട്ടത്തിൽ എപ്പോഴും കെണി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. കെണികൾ ഒരുക്കിയേക്കാം. അതിപ്പോൾ ഒരു ധ്യാന കേന്ദ്രവും ധ്യാന ഗുരുക്കന്മാർക്കും അത് അല്ലെങ്കിൽ വചന പ്രഘോഷകർ, പ്രേക്ഷിതർ, അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന ഒക്കെയായിട്ട് വളരെയധികം ലോകം മുഴുവനും മർക്കോസ് 16:11 അഭിഷേകത്താൽ ലോകം മുഴുവനും നിങ്ങൾ എല്ലാ സൃഷ്ടികളോട് വചനം പ്രഘോഷിക്കുക ഒരൊറ്റ തീഷ്ണതയിൽ, തീവ്രതയിൽ മുന്നോട്ട് പോകുമ്പോൾ തടസ്സം വരാനായിട്ട് ചില കെണികൾ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയാം. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ കെണിയിൽപ്പെടുകയാണ്. ഉദാഹരണമായിട്ട് വളരെയധികം കർത്താവിന് വേണ്ടി അഭിഷേകം ചെയ്ത് ധ്യാനം നടത്തുന്ന ഒരു ധ്യാനഗുരു ആണെങ്കിൽ ആ ധ്യാനഗുരു പോകുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ദുബായ്, അവിടെയൊക്കെ നമ്മുടെ അച്ഛന്മാർ എത്തുന്നുണ്ട്. കാനഡ, കുറേ സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർ ഈ ധ്യാന ഗുരുക്കന്മാർ 2-3 പ്രിയപ്പെട്ട നല്ല ശക്തരായ അഭിഷേകം, അങ്ങനെ ഒരു പാട്ടുകാരനുണ്ടായിരിക്കാം, മധ്യസ്ഥ പ്രാർത്ഥന, കൗൺസിലിംഗ് അങ്ങനെ ഒരു ടീമായിട്ടാണ്. ഇപ്പോൾ ആരും ഒറ്റയ്ക്ക് പോണത് ഹിസ്റ്ററി കണ്ടിട്ടില്ല. അപ്പോൾ ടീമായിട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ധ്യാനഗുരു വചനം പ്രഘോഷിക്കുന്നു, പക്ഷെ തിരിച്ചു പോരുന്നു, നമ്മൾ കവറൊന്നും വാങ്ങുന്നില്ല. പക്ഷേ കൂടെ ഉള്ളവരുടെ കഷ്ടസ്ഥിതികൾ കണ്ടിട്ട് പലരും അവരെ സഹായിക്കുകയും, വാടക വീടാണ് അല്ലെങ്കിൽ ഓട്ടിസമുള്ള മകനാണ്, അങ്ങനെയൊക്കെ അറിഞ്ഞ് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് അവരത് സ്വീകരിക്കാനൊക്കെ ഇട വന്നാൽ പറച്ചിലിലെ ധ്യാനഗുരുക്കന്മാരെ പറയാം. ഇപ്പോൾ അണക്കര അച്ഛൻ വാങ്ങി, അല്ലെങ്കിൽ പനക്കല അച്ഛൻ വാങ്ങി, അല്ലെങ്കിൽ കാർമൽ സിസ്റ്റർ വാങ്ങി, അവരെന്ത് കൊടുത്ത സാധനങ്ങളായാലും അങ്ങനെയാണ് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് പോണത്. അങ്ങനെ ഒരു കെണികൾ ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നാമാൻ്റെ ആ ഒരു അഭിഷേകവും നാമാനെ ശുശ്രൂഷ ചെയ്യുന്ന ഗേഹസിയുടെ ആ ഒരു ചിന്താഗതികളും ഇന്ന് ധ്യാനത്തിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അത് ഈ ധ്യാനഗുരു അറിയുന്നില്ല. അപ്പോൾ അവർ വളരെയധികം ഭീമമായ തുക കൈകളിൽ വരുന്നു. അച്ഛന് നമ്മുടെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി വാങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്നു, പ്രതിഫലമായിട്ട് വാങ്ങുന്നു. പിന്നെ അവർ കണ്ണ് തള്ളി ആ ഭീമമായ തുകയുമായിട്ട് ഇപ്പോൾ പാട്ടുകാരനായാലും അതുപോലെ കൗൺസിലിംഗ് ചെയ്യുന്ന പ്രേക്ഷിതരായാലും അവർ മുങ്ങാണ്, അവർ പോകാണ്. പക്ഷെ പറയുമ്പോൾ എന്താണ് പറയാം, ആ ധ്യാന കേന്ദ്രത്തിലെ പ്രധാന ധ്യാനഗുരുക്കന്മാരെയാണ് കെണിയിൽപ്പെടുത്തുന്നത്. അപ്പോൾ കെണി ഇപ്പോൾ വളരെയധികം കൂടി വരികയാണ്. ഒരുപാട് സ്ഥലത്ത് ജസ്റ്റ് കേട്ടതിൻ്റെ പേരിലാണ് പറയുന്നത്, കെണി വരുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്ററോടായാലും ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഫലമൂലാദികളുണ്ട്. ഇപ്പോൾ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഒരു പറമ്പ് പോലും ഉണ്ടാവില്ല, ആ വീട് മാത്രം. അപ്പോൾ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, കടച്ചക്കയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സിസ്റ്ററിന് പ്രേക്ഷിതർക്കാകുമ്പോൾ അത് വളരെ ഉപകാരമാവും, അവർക്കത് ഒത്തിരി ഇതാവും, പാവങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരുമ്പോൾ ഒരു അമ്മ ഹൃദയവും പിതൃഹൃദയവും ഉള്ളവർ മദർ തെരേസായെ പോലെ അത് വാങ്ങുകയാണ്. വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്നില്ല, അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. പ്രൈസ് ദ ലോർഡ്. അവർ വിളിക്കുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നു, ഒരു ചക്ക മുറി ഉണ്ടായാൽ മതി സിസ്റ്റർ, പിന്നെ ഒരു കട്ട ചായ വെച്ച് ഞാൻ എൻ്റെ ഭർത്താവ് രാത്രി അതാണ് കഴിക്കുന്നത്, ഞങ്ങൾക്ക് പിന്നെ വേറെ ഭക്ഷണം വേണ്ട. ഭയങ്കര സന്തോഷത്തിൽ നന്ദി പറയുന്നു. പക്ഷേ ഈ കൊടുത്തവർ പിന്നീട് പറയുകയാണ്, ഓ സിസ്റ്ററിന് അല്ലെങ്കിൽ ആ അച്ഛൻ എപ്പോഴും ഞങ്ങളുടെ ചക്ക, മാങ്ങ, കടച്ചക്ക, അത് ഇതൊക്കെ വാങ്ങുന്നു. അപ്പം നിങ്ങൾ ആ ടോൺ നോക്ക്, പോണ ടോൺ നോക്ക്. ഇങ്ങനെയുള്ള കെണികൾ, അപ്പോൾ ശുശ്രൂഷകൾ വളരെയധികം നിർത്താൻ തോന്നാനും, അല്ലെങ്കിൽ എന്തിന് നമ്മളിതൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയല്ലേ കേൾക്കുന്നത് എന്നുള്ള ഒരു ശുശ്രൂഷയിൽ മാന്യം വരാനായിട്ട് ഒരുപാട് കെണികൾ ധ്യാനഗുരുക്കന്മാരുടെ ചുറ്റിലും ദുഷ്ടാരൂപികൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രേക്ഷിതരും മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകാരും ഈവൻ ഊട്ടുമുറിയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ശുശ്രൂഷകരായാലും, മൈക്ക് ഇലക്ട്രിസിറ്റി പാട്ടുകാർ, പാട്ട് പാടുന്നവർ, അതുപോലെ
ആരൊക്കെ ധ്യാനഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവരെ ഒരാഴ്ച മുഴുവനും അവിടെ വന്നു നിന്ന് ധ്യാനത്തിൽ സഹായിക്കുന്നു, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സഹായിക്കുന്നു, ഒക്കെ ചെയ്യുമ്പോഴും സത്യസന്ധതയോടും കൂടി വിശ്വസ്തയോടും കൂടി ചെയ്യണമെന്നും അതുപോലെ ഈ ധ്യാനഗുരുക്കന്മാരെ കെടിയിൽപ്പെടുത്തുന്ന തലത്തിലുള്ള നീക്കങ്ങൾ, അത് ധ്യാനഗുരു തളർന്നാൽ പിന്നെ ആ ഗ്രൂപ്പ് മൊത്തം തളർന്നു. അങ്ങനെയുള്ള ഇപ്പോൾ ഇടവക വികാരിച്ച് തളർന്ന ദേശം തളർന്നു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കെണികൾ വിവേചിച്ചറിയാനും വിവേകത്തോടെ മുന്നോട്ട് പോകുവാനും ജാഗ്രതയോടെ ആയിരിക്കുവാനും എന്തൊക്കെ കേട്ടാലും യേശുവിനെ ബേൽസ്ബൂൽ എന്ന് വിളിച്ചെങ്കിൽ നമ്മളെ എന്താണ് വിളിക്കുക? പച്ചമരത്തോട് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഉണക്കമരത്തിൻ്റെ സ്ഥിതി എന്താണ്? നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടൻ്റെ സ്ഥിതി എന്താണ്? അപ്പോൾ ചിലപ്പോൾ ധ്യാന ഗ്രൂപ്പിലൊരു ഗാഹസികളുണ്ടാവും നാമാൻ്റെ, അത് ഈ ധ്യാനഗുരു അറിയണമെന്നില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ധ്യാനഗുരുവിൻ്റെ മേത്തേക്കാണ് എല്ലാം വരുന്നത്. അങ്ങനെ സൽപ്പേര് നമ്മളെ കളയുവാനും ധ്യാനം നിർത്തലാക്കുവാനും ഒരുപാട് ബന്ധനങ്ങൾ ബന്ധിച്ചിടുന്ന അവസ്ഥകൾ ഇന്ന് പിടികൂടിയിട്ടുണ്ട്. വളരെ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങണം, വളരെ ശ്രദ്ധിച്ച് നീങ്ങണം. എല്ലാ ധ്യാനഗുരുക്കന്മാരായാലും വചനപ്രഘോഷകരായാലും ഇങ്ങനെ കെണി വരിക്കാം. നമ്മൾ വളരെ സന്തോഷത്തോടെ വചനം പറഞ്ഞും സ്നേഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കെണി ഇതാ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പതരരുത്, ഭയപ്പെടരുത്, ധൈര്യമായിരിക്കുക. കർത്താവ് പൂർവ്വ യൗസേപ്പിൻ്റേതെന്ന പോലെ നമ്മുടെ കൂടെയുണ്ട്. ജോഷുവ 1:9, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും.